കെ മുരളീധരനെ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടെ വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കോൺഗ്രസിലൊരു രക്ഷകനായിട്ട് തെക്ക് വടക്ക് നടന്ന നേതാവാണ് കെ മുരളീധരൻ. എന്നിട്ടിപ്പോൾ കെ മുരളീധരൻ വളരെയധികം ജനപ്രീതി നേടി, ജയിക്കേണ്ട ചില മണ്ഡലങ്ങളുണ്ട്, അവിടെ നിർത്താതെ സീറ്റ് നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തോൽക്കുന്ന ഇടത്തിലേക്ക് കൊണ്ട് നിർത്താനും ഒക്കെയാണ് ഹൈക്കമാൻഡിലെ ചില ബിരുദന്മാരിങ്ങനെ നോക്കിയിരിക്കുന്നത്. അത് പക്ഷേ കോൺഗ്രസിന് തന്നെ വലിയ ഒരു അപകടമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും കെ മുരളീധരന് നമുക്കറിയാം, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് ആ മണ്ഡലത്തെ എത്രത്തോളം തന്നോട് അടുപ്പിച്ചു. കോൺഗ്രസ്സുകാർക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. CPM-ലെ അവിടെ 3-ാം സ്ഥാനത്തേക്കാണ് തള്ളിക്കളഞ്ഞത്. അവിടെ TNC മത്സരിക്കുന്ന സമയത്ത് കുമ്മനം രാജശേഖരൻ 2-ാം സ്ഥാനത്തും വന്നു. അങ്ങനെ വട്ടിയൂർക്കാവിനെ കാര്യമായിട്ട് പരിലാളിച്ചു കൊണ്ടുവരുന്ന സമയത്താണ് വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറ്റിവിട്ടത്. ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതാണ്. ഒരു MLA ആ മണ്ഡലം കയ്യിലെടുത്ത് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യത്തോടുകൂടി സുരക്ഷിതമാക്കി നിർത്തുമ്പോൾ എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൊക്കിയടിക്കുക, പാർലമെന്റിലേക്ക് കൊണ്ടുപോവുക. മുരളീധരൻ അറിയാമായിരുന്നു വടകരയിൽ പോയി നിന്നാൽ ജയിക്കും, പക്ഷേ കേന്ദ്രത്തിൽ അവിടെ രാഹുൽ ഗാന്ധി ഒന്നും അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കോന്നിയിൽ നിന്ന് എന്താണ്, കോന്നി അടൂർ പ്രകാശിനെ എടുത്ത് പൊക്കിക്കൊണ്ടുവന്നില്ലേ, ആറ്റിങ്ങലിലേക്ക് കൊണ്ടുവന്നു. എന്താണ്, 19 കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി അധികാരം പിടിക്കും, അപ്പോൾ അടൂർ പ്രകാശിന് എന്തെങ്കിലും കാര്യമായ പരിഗണന അവിടെ കിട്ടും. ഇങ്ങനെ കുറെ പേരെ ഒതുക്കാൻ വേണ്ടി ചില ഹൈക്കമാൻഡ് ബിരുദന്മാർ ഇങ്ങനെ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് ഇദ്ദേഹത്തെ അടൂർ പ്രകാശിനെയും കോന്നിയിൽ നിന്ന് കൊണ്ടുപോയി. എന്തു പറ്റി? കോന്നി ഇപ്പൊ ആരുടെ അടുക്കലേക്ക് പോയി? കോന്നി CPM-ന്റെ കയ്യിലേക്ക് പോയി. വട്ടിയൂർക്കാവ് ആരുടെ അടുക്കലേക്ക് പോയി? CPM-ന്റെ അടുക്കലേക്ക് പോയി. പ്രശാന്ത് കൊണ്ടുപോയി. അവിടെ ജനീഷ് കുമാർ കൊണ്ടുപോയി. ജനീഷ് കുമാറിന് തിരിച്ചടി കിട്ടും ഇത്തവണ, അത് വേറെ കാര്യമാണ്. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. പിന്നെ ജനീഷ് കുമാർ വിരുദ്ധ തരംഗവും കോന്നിയിൽ നിൽക്കുകയാണ്. പിന്നെ കോന്നിക്ക് വേണ്ടി അടൂർ പ്രകാശ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഏവർക്കും. അടൂർ പ്രകാശ് ഒരിക്കലും അവിടെ നിന്ന് ആറ്റിങ്ങലിൽ തനിക്ക് ജയിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ പോയി നിന്ന് കൊടുത്തു, ജയിച്ചു. അന്ന് UDF തരംഗമായിരുന്നല്ലോ 19 സീറ്റിലും. അങ്ങനെ ഒരു കാര്യമുണ്ട്, അടൂർ പ്രകാശ് ഒരിടത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം അതിൻ്റെതായ രീതിയിൽ അർഹിക്കുന്ന രീതിയിൽ അദ്ദേഹം പരിഗണന കൊടുക്കും. അങ്ങനെ പരിഗണന കൊടുത്തുകൊണ്ട് എന്ത് പറ്റി? 2024 അദ്ദേഹത്തെ പിടിച്ച് അവിടെ നിർത്തി. അദ്ദേഹം തോക്കണമെന്ന് വിചാരിച്ചു, നാട്ടുകാരെല്ലാവരും കൂടി ജയിപ്പിച്ചും വിട്ടു. അങ്ങനെ വീണ്ടും അദ്ദേഹം MP ആയിരിക്കുകയാണ്. അതിനോടൊപ്പം UDF-ന്റെ കൺവീനറും. അടൂർ പ്രകാശിന് തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരാനാണ് താല്പര്യം. അദ്ദേഹം നല്ല റവന്യൂ മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. ഇതുപോലെ തന്നെയാണ് കെ മുരളീധരനെയും വടകരയിൽ ഓടിച്ചു വിട്ടു. വടകരയിൽ നിന്ന് എന്ത് പറ്റി? നേരെ നേമത്തേക്ക് കൊണ്ടുവന്നു. 21-ല് നേമത്ത് കൊണ്ടുവന്ന് BJP-യെ തോൽപ്പിക്കുക എന്നുള്ള രീതിയിലാണ് മുരളീധരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തോൽപ്പിച്ച് മുരളീധരനും തോറ്റ് വീണ്ടും വടകരയിലേക്ക് പോയി. 2024 എത്തിയപ്പോഴേക്ക് വീണ്ടും ചില പ്രചാരണ പരിപാടികളും ഒക്കെ തുടങ്ങി, പോസ്റ്റർ അടിക്കുന്നു, എല്ലാം ചെയ്തു. അവിടെ നിന്നാണ് ഉടനെ സുരേഷ് ഗോപിയെ തൃശ്ശൂർ എടുത്തോണ്ട് പോകാതിരിക്കാൻ അവിടെ ചെന്ന് സുരേഷ് ഗോപിയുടെ തോളിൽ നിന്ന് പിടിച്ചിറക്കണമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ ഒരു കാര്യം ഓർക്കണം, കരുണാകരനെ ഒക്കെ തോപ്പിച്ചിട്ടുള്ള മണ്ഡലമാണത് തൃശ്ശൂര്. അവരുടെ തട്ടകമൊക്കെ ആണെങ്കിൽ പോലും മുരളീധരനെ 8 നിലയിൽ പൊട്ടിച്ചു. ആരാന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടെ. അത് മുരളീധരന് കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു. ഇപ്പൊ മുരളീധരന് മണ്ഡലമില്ല, MP അല്ല, MLA അല്ല. പക്ഷേ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തയ്യാറല്ല. അവിടെ ഇപ്പോൾ ഒരു BJP അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലീഗ് കോൺഗ്രസിന് സീറ്റ് കൈമാറാൻ തയ്യാറുണ്ട്. ചില സീറ്റുകൾ
ലീഗ് ഇത്തവണ അങ്ങനെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു വരുന്നുണ്ട്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് അധികാരത്തിൽ വരണം. അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് വിലപേശൽ നടത്താം. അതിനുവേണ്ടി ഗുരുവായൂർ സീറ്റിൽ ലീഗ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അത് മുരളീധരന് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി അവിടെ ഗുരുവായൂരിലെ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ കോൺഗ്രസിന് അനുകൂല സാഹചര്യമാണ്. ലീഗിന് അവിടെ വോട്ടുണ്ട്. ഗുരുവായൂർ പ്രദേശങ്ങളിൽ ലീഗിന്റെ ആധിപത്യമുണ്ട്. ലീഗ് ഏതായാലും പാലം ഭരിക്കില്ലെന്ന് നന്നായിട്ട് മുരളീധരന് അറിയാം. മുരളീധരൻ എന്നല്ല, അതെല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. കോൺഗ്രസ്സുകാരൊക്കെ സുഖകരമായിട്ട് മലബാർ പ്രദേശത്ത് നിന്ന് വിജയിച്ച് കയറി വരുന്നത് ആരുടെ പിന്തുണയോടുകൂടിയാണ്? മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയല്ലേ. അതുകൊണ്ട് മുരളീധരന് ഉറച്ച വിശ്വാസമുണ്ട് ഗുരുവായൂരിൽ നിന്ന് വിജയിക്കാം. അങ്ങനെ മുരളീധരനെ അവിടെ നോക്കിയെടുക്കുമ്പോഴാണ് അവിടം, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊടുവള്ളി, ഇവിടെ ഒക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഗുരുവായൂരായിരിക്കും കൂടുതൽ സാധ്യത. അതിനെ പോലും തകർക്കാനായിട്ട് ചിലർ ഹൈക്കമാൻഡ് ഇങ്ങനെ രംഗത്ത് നിൽക്കുകയാണ്. മുരളീധരൻ അതിനിടയ്ക്ക് കേരള നിയമസഭയിലെ മുരളീധരനെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ളതാണ്, അങ്ങോട്ടേക്ക് കൊണ്ടുവരാതെ. കാരണം മുരളീധരൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രിയാകണമല്ലോ, മുതിർന്ന നേതാവല്ലേ, മന്ത്രിയാകാൻ യോഗ്യനാണ്, മുഖ്യമന്ത്രിയാകാനും യോഗ്യനല്ലേ. പിന്നെ കോൺഗ്രസിനകത്ത് ഒരു പട അങ്ങ് നിൽക്കുകയല്ലേ, മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് റെഡിയാക്കിയിട്ടുണ്ട്. 6 മാസം കൂടുമ്പോൾ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്ന 6 മാസം കൂടുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ വെച്ച് വെക്കണം. അത്രയ്ക്കുള്ള ആൾക്കാരുണ്ട് മുഖ്യമന്ത്രി പട്ടികയിൽ. മുരളീധരൻ അതിന് പിന്നിലെന്നല്ല, മുരളീധരൻ അത് യോഗ്യനാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ടില്ലേ, ഇനിയും ആകാൻ യോഗ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് MP സ്ഥാനം നോട്ടമുണ്ട്. തരൂര് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ കുറെ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ എങ്ങും എത്തുന്നില്ല തരൂര്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തരൂരിനെ എതിർത്തുകൊണ്ട് അല്പം സംസാരിച്ചത് മുരളീധരൻ മാത്രമാണ്. പിന്നെ അല്പസ്വല്പമെങ്കിലും സംസാരിച്ചിട്ടുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താനുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടം തരൂര് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടി പോവുകയാണെങ്കിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വേക്കൻസി വരികയാണ്. അത് തരൂര് മത്സരിച്ച ഇടത്ത് മത്സരിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൽ വേറൊരാളെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടും യോഗ്യൻ അത് മുരളീധരൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇവർ വല്ല പെയ്ഡ് സീറ്റ് എങ്ങാനും ആക്കണം, ഏതെങ്കിലും നാടാർ വിഭാഗത്തിലുള്ളവർക്ക്, പണ്ട് CPI-ക്കാർ ചെയ്തതുപോലെ. അപ്പം മുരളീധരന് ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനവും നടത്തുന്നുണ്ട്. ഒന്നുകിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ടുള്ള ഇടത്ത്. എന്തായാലും മുരളീധരൻ ഇപ്പോൾ നിശബ്ദനായിട്ട് നിൽക്കുകയാണ്. എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഗുരുവായൂരിൽ മുരളീധരൻ അഭയം തേടുമോ എന്നറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.